بسم الله الرحمن الرحيم. وإذ أخذنا من النبيين ميثاقهم ومنك ومن نوح وإبراهيم وموسى وعيسى ابن مريم وأخذنا منهم ميثاقا غليظا ليسأل الصادقين عن صدقهم وأعد للكافرين عذابا أليما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1436 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 7-8 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ أخذنا من النبيين ميثاقهم ومنك ومن نوح وإبراهيم وموسى وعيسى ابن مريم وأخذنا منهم ميثاقا غليظا ليسأل الصادقين عن صدقهم وأعد للكافرين عذابا أليما. صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ 7-8 ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായിട്ട് പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം ഉണർത്തുകയാണ് അല്ലാഹു ഈ 2 ആയത്തുകളിലായിട്ട്. എല്ലാ പ്രവാചകന്മാരുമായി അല്ലാഹു ഒരു ഉടമ്പടി നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ പ്രവാചകന്മാരും അല്ലാഹുവുമായിട്ട് ഒരു മീസാത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ കാര്യം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ പ്രത്യേക സന്ദർഭത്തിൽ അതിന്റെ ഔചിത്യം പരിഗണിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആയത്തുകളിലായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളും തമ്മിലുള്ള ബന്ധം ഏതു വിധത്തിലുള്ളതാണ് എന്നത് അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായി. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഉറ്റ ബന്ധം ഉണ്ടാവേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകനോടാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അവർക്ക് അവരോട് തന്നെ, സ്വന്തത്തോട് തന്നെ ഉണ്ടാവേണ്ട പ്രതിബദ്ധതയേക്കാളേറെ ഉറ്റ അടുപ്പമുള്ള ബന്ധം അള്ളാഹുവിന്റെ പ്രവാചകനോടാണ് ഉണ്ടാവേണ്ടത് എന്നാണ് അള്ളാഹു അവിടെ വ്യക്തമാക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് പ്രവാചകന്മാരുടെ പത്നിമാര്, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാക്കളെ പോലെയാണ്, അല്ലെങ്കിൽ മാതാക്കൾ തന്നെയാണ്. എന്നാൽ ഈ 2 ബന്ധങ്ങളും കഴിഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളത് കുടുംബ ബന്ധമാണ്, രക്തബന്ധമാണ്, അതുപോലെ ഗർഭപാത്രവുമായുള്ള ബന്ധമാണ് എന്ന കാര്യം വ്യക്തമാക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ കിതാബില് സ്പഷ്ടമായി എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബന്ധങ്ങൾ. അള്ളാഹുവിന്റെ ദൂതനുമായി വിശ്വാസികൾക്കുള്ള ബന്ധം, അള്ളാഹുവിന്റെ ദൂതന്റെ പത്നിമാരുമായുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോ എന്നാൽ വിശ്വാസികളും അതുപോലെ പലായനം ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ട ആളുകളും മുഹാജിറുകളും ഒക്കെ അവരുടെയൊക്കെ കാര്യത്തിൽ നിങ്ങൾ അവർക്ക് സൗഹൃദം നൽകുന്ന വിധത്തിൽ അവരോട് പുണ്യം ചെയ്യുന്നുവെങ്കിൽ, അവർക്ക് എന്തെങ്കിലും
ഗുണമുണ്ടാകുന്ന വിധത്തിൽ നിങ്ങൾ നിലപാടുകൾ സ്വീകരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നെങ്കിൽ അത് ഇതിൽ പെട്ടതല്ല, ഈ വിഷയത്തിന്റെ ഭാഗമായിട്ടല്ല. അത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ സത്യവിശ്വാസികൾക്ക് ഏറ്റവും ഏറെ ഉറ്റബന്ധം ഉണ്ടാവേണ്ടത് അള്ളാഹുവിന്റെ ദൂതനോടാണ് എന്ന കാര്യമാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടത്. അത് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദൂതന്റെ പത്നിമാര് വിശ്വാസികളുടെ മാതാക്കളാണ്. അതിനെ തുടർന്ന് രക്തബന്ധമാണ് അല്ലെങ്കിൽ കുടുംബ ബന്ധമാണ് ഏറ്റവും ഉറ്റ അടുപ്പമുള്ള ബന്ധം എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുകയുണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഒരു കാര്യം ഉണർത്തുന്നത്. ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ വൈദ അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും വമിൻക വമിൻ നൂഹിൻ വഇബ്രാഹിമ വമൂസ വഈസ ഇബ്നു മറിയം. അള്ളാഹു പറയുകയാണ്, തീർച്ചയായിട്ടും നാം പ്രവാചകന്മാരിൽ നിന്ന് ഒരു മീസാഖ്, ഒരു ഉടമ്പടി സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ആ കാര്യം പ്രവാചകരെ താങ്കൾ ഓർക്കണം. എല്ലാ പ്രവാചകന്മാരിൽ നിന്നുമായി അള്ളാഹു ഒരു പ്രതിജ്ഞ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ഉടമ്പടി വാങ്ങിച്ചിട്ടുണ്ട്. ആ മീസാഖ് നൂഹ് അലൈഹിസ്ലാമിൽ നിന്ന് അള്ളാഹു അങ്ങനെ ഒരു മീസാഖ് വാങ്ങിയിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്ലാം, മൂസ അലൈഹിസ്ലാം, ഈസ ഇബ്നു മറിയം ഇവരിൽ നിന്നൊക്കെയുമായിട്ട് അള്ളാഹു ഇങ്ങനെ ഒരു മീസാഖ് വാങ്ങിച്ചിട്ടുണ്ട്. അതേപോലെ വമിൻക എന്നും ഇവിടെ പറയുന്നുണ്ട്. നിന്നിൽ നിന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അള്ളാഹു ഒരു മീസാഖ് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ മുമ്പ് നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ തുടങ്ങിയിട്ടുള്ളവരിൽ നിന്നും ഒക്കെ, അങ്ങനെ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരിൽ നിന്നുമായി നാം ഒരു ഉടമ്പടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കുക, അത് മറക്കരുത്. വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീള, ഇവരിൽ നിന്നൊക്കെയും അള്ളാഹു സുദൃഢമായ ഒരു ഉടമ്പടിയാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീള, നല്ല ഭദ്രതയുള്ള സുശക്തമായ സുദൃഢമായ ഒരു മീസാഖാണ് ഇവരിൽ നിന്നൊക്കെയും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്നത് സത്യസന്ധന്മാരോട് അവരുടെ സത്യതയെക്കുറിച്ച് ചോദിക്കുന്നതിന് വേണ്ടിയാണ്. വഅഅദ്ദലിൽ കാഫിരീന അദാബൻ അലീമ, നിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷ അവൻ ഒരുക്കിയിട്ടുമുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ആയത്തുകളുടെ സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വളരെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സൂറത്ത് അവതരിക്കുന്ന ഘട്ടത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായിരുന്ന സെയ്ദ് ബിനുൽ ഹാരിസിന്റെ സൈനബ് ബിൻത് ജഹ്ഷുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിക്കപ്പെടുകയും തുടർന്ന് സൈനബിനെ ഏറ്റെടുക്കാൻ, വിവാഹം ചെയ്ത് കൊണ്ട് ഏറ്റെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ താല്പര്യം എന്താണ് എന്നത് വിശുദ്ധ ഖുർആൻ പിന്നീട് വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ വായിച്ച ആയത്തുകളിലും അതിന്റെ സൂചനയുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് ഈ സൂറത്തിൽ തന്നെ വരുന്നുണ്ട്. ജാഹിലിയ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദത്ത് പുത്രന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ദുരാചാരങ്ങളും ചില തെറ്റായ ധാരണകളും ആശയങ്ങളും അവയെ വിഭാടനം ചെയ്യുക എന്നത് ഇങ്ങനെ ഒരു വിവാഹത്തിലൂടെ നടപ്പാക്കാൻ സാധിക്കും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ കണ്ടിരുന്ന ഒരു കാര്യം. ഏതു വിവാഹത്തിനും അത് മാത്രമാവൂല, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഈ സംഗതി അള്ളാഹുവിന്റെ പ്രേരണയും അല്ലെങ്കിൽ അംഗീകാരവും സമ്മതവും ഒക്കെ ഇരിക്കെ തന്നെ
അത് നടപ്പിലാക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ വിമുഖത കാണിക്കുകയാണ്. അങ്ങനെ ഒരു വിവാഹബന്ധം നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു. ചില കാരണങ്ങളൊക്കെ അതിന് പശ്ചാത്തലമായിട്ടൊക്കെ ഉണ്ട് താൻ. പക്ഷെ അത് സമൂഹത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെയും അതുപോലെ അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദീനിനെയും ഒക്കെ വലിയ തോതിൽ ചെളിവാരി എറിയാൻ അല്ലെങ്കിൽ അതിനെ കരിവാരി തേക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരുങ്ങി പുറപ്പെടാൻ വലിയ സാധ്യതയുള്ള ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിമുഖനായിരുന്നു ഈ കാര്യം നടപ്പിലാക്കാൻ എന്നതാണ് വസ്തുത. ഈ വിമുഖത യഥാർത്ഥത്തില് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്ന ഭയം കാരണമായിട്ടുള്ളതാണ് എന്നതാണ് വിഷയം. ജനങ്ങളിൽ തന്നെ കാഫിറുകളും മുനാഫിക്കുകളുമായ ആളുകളാണ് ഇതിനെതിരിൽ ശക്തമായ നിലപാടൊക്കെ സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വരാനിടയുള്ളത്. അതുകൊണ്ടാണ് സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് യാ അയ്യുഹൻ നബി എന്ന് വിളിച്ചുകൊണ്ട് ഇത്തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ. പ്രവാചകനെ നേരിട്ട് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിന്റെ കാര്യത്തിൽ തത്വയും ജാഗ്രതയൊക്കെ ഉണ്ടാവുക, നിഷേധികളെയും കപടവിശ്വാസികളെയും അനുസരിക്കരുത്, അവർക്ക് വിധേയപ്പെട്ടുകൊണ്ട് നിലക്കൊള്ളരുത് എന്ന ഒരു കണിശമായ ശാസനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ നൽകുന്നുണ്ട്. ആ പശ്ചാത്തലം ഇത് തന്നെയാണ്. സൈനബ് ബിൻത് ജഹ്ഷുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിഷയം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കാൻ മടിച്ചുകൊണ്ട് നിന്ന, താല്പര്യം കാണിക്കാതെ നിന്ന, വേണ്ട എന്ന് വെച്ച് മാറ്റിവെച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, അത് ഈ കുഫാറുകളെയും മുനാഫിക്കുകളെയും പേടിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയരുത് എന്നതാണ് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ള നിർദ്ദേശം. തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ച ആയത്തിൽ അള്ളാഹു പറയുന്നത്, എല്ലാ പ്രവാചകന്മാരുമായിട്ടും അള്ളാഹു ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്, എല്ലാ പ്രവാചകന്മാരും അള്ളാഹുമായിട്ടൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ ഉടമ്പടി എന്താണെന്ന് വെച്ചാൽ അള്ളാഹു ആ പ്രവാചകന്മാരെ ദൈവികമായ വെളിപാടിലൂടെ പഠിപ്പിക്കുന്ന ദൈവിക ദീൻ, അത് നിർഭയത്വത്തോടെയും യാതൊരു ഏറ്റക്കുറച്ചിലും വരുത്താതെയും അതിന്റെ തികവാർന്ന പൂർണ്ണതയുള്ള വിധത്തില് നടപ്പിലാക്കുക എന്നതാണ്. ദൈവിക സന്ദേശം ജനങ്ങൾക്ക് വീഴ്ചയും കുറവൊന്നുമില്ലാതെ അതിന്റെ പൂർണ്ണതയോടെയും തികവോടെയും എത്തിച്ചു കൊടുക്കുക എന്നതാണ് പ്രവാചകന്മാര് നിർവഹിക്കാം എന്ന് അള്ളാഹുവുമായിട്ട് ചെയ്തിട്ടുള്ള കരാർ, അള്ളാഹുവുമായുള്ള ഉടമ്പടി. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ കുഫാറുകളും മുനാഫിക്കുകളും എന്തു കരുതും എന്ന് ആലോചിച്ച് നിൽക്കാൻ പാടില്ല. അത് അള്ളാഹു കൽപ്പിച്ച വിധത്തിൽ നടപ്പിലാക്കുകയാണ് വേണ്ടത് എന്നതാണ് കരാറിന്റെ ഒരു താല്പര്യം, അല്ലെങ്കിൽ ആ ഉടമ്പടിയുടെ ഒരു താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൽക്കാലികമായിട്ടെങ്കിലും ആ ഉടമ്പടിയുടെ താല്പര്യത്തെ അവഗണിക്കുന്ന വിധത്തിലുള്ള ഒരു നിലപാട് ഈ വിഷയത്തിൽ ഉണ്ടാവുകയാണ്, മടിച്ചു നിൽക്കുകയാണ്. അപ്പോ അള്ളാഹുവുമായി പ്രവാചകന്മാര് ചെയ്തിട്ടുള്ള ഉടമ്പടി, താങ്കള് നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ ഈസ അലൈഹിം അസ്സലാം, ഇവരൊക്കെ തന്നെ അള്ളാഹുവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മീസാഖിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കണം എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. ആ മീസാഖ്, അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള മീസാഖ് പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. ജനങ്ങൾ എന്ത് കരുതും എന്ന് കരുതിയിട്ട് അത് നടപ്പിലാക്കുന്നതിന് വിസമ്മതമുള്ള ആളായി നിലകൊള്ളാൻ പാടില്ലാത്തതാണ്. നിർഭയത്വത്തോടുകൂടി അള്ളാഹു നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപടി അതില് ഡൈല്യൂഷൻ വരുത്താതെ, ഏറ്റക്കുറവൊന്നും വരുത്താതെ അതിന്റെ തികവോടുകൂടി നടപ്പിലാക്കുക എന്നതാണ് അതിന്റെ താല്പര്യം.
അള്ളാഹു വെളിപാടിലൂടെ നൽകുന്ന മാർഗദർശനം സ്വയം ഉൾക്കൊള്ളുകയും പിന്തുടരുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളെ അള്ളാഹുവിന്റെ മാർഗദർശനം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും അവരെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിരന്തരമായി ശ്രമിക്കുകയൊക്കെ ചെയ്യുക എന്നത് അതിന്റെ ഭാഗമാണ്. അപ്പൊ ഇതാണ് അള്ളാഹുവുമായുള്ള ഉടമ്പടി. വ്യത്യസ്തങ്ങളായ ഈ വിശദീകരണങ്ങള് ആളുകള് ഈ ആയത്തിന് നൽകുന്നത് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ വേറെ ചിലയിടങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ള പ്രവാചകന്മാര് അള്ളാഹുവുമായി നടത്തിയിട്ടുള്ള ഉടമ്പടി, അതിന്റെ ചില വിശദാംശങ്ങൾ വേറെ ചില സൂറത്തുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു ഷൂറയിലും സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ അഅറാഫിലും അതുപോലെ മാഇദയിലും ഒക്കെ തന്നെ ചില ആയത്തുകൾ പ്രവാചകന്മാര് അള്ളാഹുവുമായി ചെയ്തിട്ടുള്ള ഉടമ്പടിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. സൂറത്തു ഷൂറയിൽ ഇങ്ങനെയാണ്: ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീന ഔഹൈന ഇലൈക വമാ വസ്സൈന ബിഹി ഇബ്രാഹിമ വമൂസ വഈസ അൻ അഖീമുദ്ദീന വലാ തതഫറഖു ഫീഹി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ദീനിൽ അള്ളാഹു നൂഹ് അലൈഹിസ്സലാമിനും അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഒക്കെ വസീയത്തായിട്ട് നൽകിയിട്ടുള്ള, അതുപോലെ ഇബ്രാഹിം, മൂസ, ഈസ അലൈഹിസ്സലാം ഇവർക്കൊക്കെ തന്നെ വസീയത്തായി നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശത്തെ, വ്യവസ്ഥയെ അള്ളാഹുവിന്റെ ദീന് ഇഖാമത്ത് ചെയ്തു കൊള്ളാം എന്ന കാര്യം അവരുടമ്പടിയായിട്ട് അള്ളാഹുവുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളതായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് സൂറത്തു ഷൂറയിലെ ഈ ആയത്തിൽ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ, വെളിപാടുകളിലൂടെ നൽകപ്പെടുന്ന നിർദ്ദേശങ്ങൾ, ദീനിന്റെ അധ്യാപനങ്ങൾ, അത് നടപ്പിലാക്കാം, അതിൽ ഒരു ഭിന്നതയിലും ഏർപ്പെടുകയില്ല എന്ന വിധത്തിലാണ് ദൂതന്മാര് അള്ളാഹുവുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അക്കാര്യമാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെ കാണാം: വൈദ അഖദല്ലാഹു മീസാഖല്ലദീന ഊത്തുൽ കിതാബ്. വേദം നൽകപ്പെട്ടവരുമായി അവരിൽ നിന്ന് അള്ളാഹുവിനോട് ഒരു ഉടമ്പടി സ്വീകരിച്ച കാര്യം അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. ആ ഉടമ്പടിയുടെ ആത്മാവ് ഇങ്ങനെയാണ്: ലതുബയ്യിനന്നഹു ലിന്നാസി വലാ തക്തുമൂനഹു. ഈ വേദം ജനങ്ങൾക്ക് അവർ വിശദീകരിച്ചു കൊടുക്കും, നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കും എന്നതും നിങ്ങൾ അത് മൂടി വെക്കുകയില്ല, മറച്ചു പിടിക്കുകയില്ല എന്നതുമാണ് വേദം നൽകപ്പെട്ട, ദൈവിക ഗ്രന്ഥം നൽകപ്പെട്ട സമൂഹങ്ങളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഉടമ്പടി. അപ്പോ ദൈവിക നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിതം പുനഃക്രമീകരിക്കാൻ പ്രവാചകന്മാര് ബാധ്യസ്ഥരാണ്. ആ നിർദ്ദേശങ്ങളിൽ ഒന്നുപോലും വിട്ടുകളയാതെ കൃത്യതയോടെ പ്രയോഗത്തിൽ കൊണ്ടുവരിക എന്നതാണ് അവര് നടത്തിയ ഉടമ്പടിയുടെ താല്പര്യം. അതുപോലെ മറ്റൊന്ന് സൂറത്തുൽ ബഖറയില് വൈദ അഖദ്ന മീസാഖ ബനി ഇസ്രാഈല ലാ തഅബുദൂന ഇല്ലല്ലാഹ്. പ്രവാചകന്മാരും മുഖേന ബനു ഇസ്രായേൽ സമൂഹക്കാരുമായിട്ട് അള്ളാഹു അവരിൽ നിന്ന് ഒരു കരാർ സ്വീകരിച്ച കാര്യം, അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും വിധേയപ്പെടുകയില്ല എന്ന, അള്ളാഹു അല്ലാത്ത ആരെയും ഇബാദത്ത് ചെയ്യുകയില്ല എന്ന വിധത്തിലാണ് കരാർ. ഇനി സൂറത്തുൽ അഅറാഫില് മറ്റൊരായത്ത് 179 മുതൽ 181 വരെയുള്ള ആയത്തുകൾ ഇതിൽ പ്രസക്താണ്. അവിടെ അവരിൽ നിന്ന് കരാറ് സ്വീകരിച്ച കാര്യം പറഞ്ഞുകൊണ്ട് മീസാഖൽ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്, നിങ്ങളെ ഏൽപ്പിച്ച ഈ സംഗതി, ഈ വേദഗ്രന്ഥം, ദൈവിക മാർഗദർശനം, അത് ഖുദൂമ ആതൈനാക്കും ബിഖുവ്വ, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളത് ശക്തമായിട്ട് ഏറ്റുവാങ്ങുക, അത് ശക്തമായി പിടിക്കുക. വദ്കുറു മാ ഫീഹി, അതിലുള്ള കാര്യം ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറിയേക്കും എന്നാണ് അവിടെ ബനു ഇസ്രായേൽ സമൂഹവുമായി ഏർപ്പെട്ട
മീസാഖിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. അതുപോലെ സൂറത്തുൽ മാഇദയിലും ഇങ്ങനെ തന്നെ കാണാം. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും വ മീസാഖഹു. അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ ഓർക്കുക, അള്ളാഹുമായി നിങ്ങൾ ചെയ്തിട്ടുള്ള കരാറും ഓർക്കുക. നിങ്ങൾ തുടർന്ന് ഇത് ഖുൽതും സമഅന വഅതഅന, നിങ്ങൾ ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സന്ദർഭത്തിൽ നിങ്ങൾ അള്ളാഹുമായി ഏർപ്പെട്ട ആ കരാറുണ്ടല്ലോ, ആ ഉടമ്പടി, അക്കാര്യം ഓർക്കുക എന്ന കാര്യം അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് സൂറത്തുൽ മാഇദയിൽ. അപ്പൊ ഇവിടെയൊക്കെ തന്നെ പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ പിൻഗാമികളും പ്രവാചകന്മാർ ചെയ്യുന്ന ഉടമ്പടികളൊക്കെയും തന്നെ പ്രവാചകന്മാരുടെ പിന്മുറക്കാരും പാലിക്കേണ്ടതാണ്. കാരണം അത് തലമുറകളോളം നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതായിരിക്കും ഈ കരാറുകൾ, ഈ ഉടമ്പടികൾ. അപ്പോൾ പ്രവാചകന്മാരുടെ അനുയായികളാണ് പലതും അത് പൂർത്തീകരിക്കേണ്ടി വരിക. പ്രവാചകന്മാരായിരിക്കും അള്ളാഹുവുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുണ്ടാകുക, പക്ഷെ അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പ്രവാചകന്മാരുടെ അനുയായികൾക്ക് ബാധ്യസ്ഥത ഉണ്ടായിരിക്കും. അപ്പോ ഇവിടെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ കരാറിനെ കുറിച്ച് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് എന്നത് ആലോചിക്കാവുന്നതാണ്. വേറൊരു കരാറ് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നത് സൂറത്ത് ആലി ഇമ്രാനിലാണ്. ആലി ഇമ്രാനിലെ ആ സൂറത്തില് അള്ളാഹു പ്രത്യേകമായിട്ട് പ്രവാചകന്മാരിൽ നിന്ന് സ്വീകരിച്ച ഒരു കരാറ്, അവർക്ക് ശേഷം അന്ത്യപ്രവാചകൻ വരുന്ന ഘട്ടത്തില് ആ പ്രവാചകനെ സത്യപ്പെടുത്തിക്കൊള്ളാമെന്നും അദ്ദേഹത്തിൽ വിശ്വസിക്കാമെന്നും അദ്ദേഹത്തെ സഹായിക്കാമെന്നും അള്ളാഹു എല്ലാ പ്രവാചകന്മാരോടും കരാറ് സ്വീകരിച്ച കാര്യം പറയുന്നത് കാണാൻ സാധിക്കും. പ്രവാചകന്മാര് കരാറ് സ്വീകരിച്ചിട്ടുള്ളത് ആ പ്രവാചകന്മാർക്ക് ശേഷം വരുന്ന പ്രവാചകന്മാരെ തുടർന്ന് ഏറ്റവും അവസാനം അന്ത്യപ്രവാചകൻ വരുന്ന, അപ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെ ദൈവിക പ്രവാചകന്മാരെ അംഗീകരിക്കുകയും അവരെ വിശ്വസിക്കുകയും അവരെ പിന്തുടരുകയും ചെയ്യാമെന്ന കരാറാണ്. അത് പിന്നീടുള്ള ശേഷം വരുന്ന തലമുറകളിലെ പ്രവാചകന്മാരുടെ അനുയായികളാണ് അത് നടപ്പിലാക്കേണ്ടി വരിക. അങ്ങനെ ഒരു കരാറിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോ രണ്ട് തരം ഉടമ്പടികളാണ്. ഒന്ന്, ദൈവിക നിർദ്ദേശങ്ങൾ ഏറ്റുവാങ്ങി അതിന്റെ തികവും പൂർണ്ണതയും ഒക്കെയുള്ള വിധത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സന്നദ്ധത കാണിക്കുന്ന അവരുടെ കരാറാണ്. രണ്ടാമത്തത്, അവസാന പ്രവാചകൻ വരുന്നതോടെ അദ്ദേഹത്തിനെ പിന്തുണക്കുകയും വിശ്വസിക്കുകയും അദ്ദേഹത്തെ പിൻപറ്റുകയും ചെയ്യുക എന്ന വിധത്തിൽ പ്രവാചകന്മാരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കരാറാണ്. ഇതിൽ ആദ്യത്തെ കരാറാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു നൽകുന്ന നിർദ്ദേശങ്ങള് ശിരസ വഹിച്ചുകൊണ്ട് അത് തികവും പൂർണ്ണതയും ഉള്ള വിധത്തില് നടപ്പിലാക്കാൻ പ്രവാചകന്മാര്, വിശേഷിച്ച് ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിനോട് സമ്മതിച്ചു പറഞ്ഞ് ഏർപ്പെട്ടിട്ടുള്ള ഒരു ഉടമ്പടി. ആ കാര്യം ഓർക്കുക എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ മുന്നിലുള്ള വിഷയം സൈനബും അതുപോലെ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ആ വിഷയത്തില് അള്ളാഹുവിനെ അനുസരിക്കാനും അവന്റെ നിർദ്ദേശങ്ങളെ യാതൊരു പേടിയും സങ്കോചവും ഒന്നുമില്ലാതെ തന്നെ ആരെയും ഭയപ്പെടാതെ നടപ്പിലാക്കാനും സന്നദ്ധത കാണിക്കുന്ന വിധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവിക പ്രവാചകന്മാരെയൊക്കെ പോലെ തന്നെ ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുള്ളത് അള്ളാഹുമായി. അക്കാര്യം ഓർക്കേണ്ടതുണ്ട് എന്നതാണ് അള്ളാഹു ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോ കാണിക്കുന്ന സങ്കോചം അല്ലെങ്കിൽ സന്നദ്ധത ഇല്ലായിക, മടി കാണിക്കുന്ന സംഗതി ഈ വിഷയത്തില്, അത് അള്ളാഹുവിന്റെ നിർദ്ദേശം പാലിക്കുവാൻ സന്നദ്ധത കാണിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഉടമ്പടി പ്രകാരം തന്നെ അങ്ങനെയുള്ള സന്നദ്ധത ഇല്ലായിക കാണിക്കാൻ പാടില്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് അള്ളാഹു പറയുന്നത്, വഅഖദ്ന മിൻഹും മീസാഖൻ ഗലീള, വളരെ സുദൃഢമായ ഒരു കരാറാണ് എന്ന് പറഞ്ഞാൽ ഭാഗികമായി പാലിക്കപ്പെടാനുള്ള, ഭാഗികമായി ലംഘിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തതായ ഒരു കരാറല്ല. പൂർണ്ണ അർത്ഥത്തിൽ പാലിക്കപ്പെടേണ്ട സുദൃഢതയുള്ള കരാറിലാണ്, ഉടമ്പടിയിലാണ്
പ്രവാചകന്മാര് അള്ളാഹുവുമായിട്ട് ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്ന കാര്യമാണ് ഇവിടെ ഉണർത്തുന്നത്. അതുകൊണ്ട് ദൈവിക നിർദ്ദേശം ഏത് വിഷയത്തിലുള്ളതാണെങ്കിലും അത് ആരെങ്കിലും എന്തെങ്കിലും കരുതും എന്ന് കരുതിക്കൊണ്ടുള്ള ഒരു നിലപാടായിരിക്കരുത് സ്വീകരിക്കേണ്ടത്. അള്ളാഹുവാണ് കാര്യങ്ങളെ വ്യക്തതയോടെ അറിയുന്നവനും കാര്യങ്ങളുടെ ആസൂത്രണം ചെയ്യുന്നവനും. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശം അതേപടി നടപ്പിലാക്കുന്നതിന് സന്നദ്ധനായി രംഗത്ത് വരിക എന്നതാണ് ഇവിടെ പരോക്ഷമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന നിർദ്ദേശം. എന്നിട്ട് തുടർന്ന് പറയുന്നത് ലിയസ്അല സ്വാദിഖീന അൻ സിദ്ഖിഹിം. ഇതെന്തിനു വേണ്ടിയാണ്? സത്യവാന്മാരെ അവരുടെ സത്യതയെക്കുറിച്ച് ചോദിക്കുന്നതിന് വേണ്ടിയാണെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുമായി കരാറിൽ ഏർപ്പെട്ട പ്രവാചകന്മാരും അവരെ പിൻപറ്റുന്ന അനുയായികളും ഒക്കെ തന്നെ സാദിഖുകളാണ്, സത്യവാന്മാരാണ്. ആ സത്യവാന്മാർ അവരുടെ ഉടമ്പടി എത്രത്തോളം സത്യതയോടുകൂടി നടപ്പിലാക്കി എന്ന കാര്യം അള്ളാഹു അവരെ വിചാരണ ചെയ്യുന്ന ഒരു സന്ദർഭം വരാനുണ്ട് എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ലിയസ്അല സ്വാദിഖീന അൻ സിദ്ഖിഹിം. സ്വാദിഖുകള് ചോദ്യം ചെയ്യപ്പെടും, അവര് വിചാരണ ചെയ്യപ്പെടും. എന്തിനെ കുറിച്ചാണ്? എത്രത്തോളം സിദ്ഖ്, എത്രത്തോളം പ്രതിബദ്ധത, എത്രത്തോളം സത്യത അല്ലെങ്കിൽ സത്യസന്ധത അവര് ഈ കരാറുകൾ പാലിക്കുന്നതിൽ കാണിച്ചു എന്നതാണ് അള്ളാഹു വിലയിരുത്തുക. അതാണ് വിചാരണ ചെയ്യപ്പെടുന്ന കാര്യം. അപ്പൊ അള്ളാഹു ഇങ്ങനെ ഒരു സംവിധാനം വെച്ചിട്ടുള്ളത് പ്രവാചകന്മാരും അവരുടെ പിന്മുറക്കാരും ഒക്കെ അള്ളാഹുവുമായി നടത്തിയിട്ടുള്ള കരാറ്, ഉടമ്പടി, അങ്ങനെ ഒരു വ്യവസ്ഥയും സംവിധാനവും ഒക്കെ അള്ളാഹു വെച്ചിട്ടുള്ള എന്തിനാണ്? ലിയസ്അല സ്വാദിഖീന. സാദിഖുകളോട് പിന്നീട് അള്ളാഹുവിന് ചോദിക്കാൻ വേണ്ടിയാണ്, അവരെ വിചാരണ ചെയ്യാൻ വേണ്ടിയാണ്. അൻ സിദ്ഖിഹിം, അവര് കാണിച്ച പ്രതിബദ്ധത എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യത എന്നാണ്. അത് തന്നെയാണ് വേറൊരു ഭാഷയിൽ പ്രതിബദ്ധത എന്ന് പറയുന്നത്. അള്ളാഹുമായുള്ള കരാറ് പാലിക്കുന്നതില് ഈ സാദിഖുകള്, സത്യവാന്മാർ എത്രത്തോളം സിദ്ഖ് കാണിച്ചു എന്നത് അള്ളാഹു തീർച്ചയായിട്ടും പരിശോധിക്കും, അത് ചോദിച്ചറിയും, അവരെ വിചാരണ ചെയ്യും എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. വഅഅദ്ദ ലിൽ കാഫിരീന അദാബൻ അലീമ. എന്നാൽ നിഷേധികൾക്ക് അവൻ ഒരുക്കി വെച്ചിട്ടുള്ളത് വളരെ കഠിനമായ ശിക്ഷ തന്നെയാണ് എന്നാണ് തുടർന്ന് പറയുന്നത്. അപ്പോ അള്ളാഹുവിനോടുള്ള കരാറ് പാലിക്കുക എന്നതാണ് പ്രവാചകന്മാരായാലും വിശ്വാസികളായാലും ഏറ്റവും പ്രാധാന്യപൂർവ്വം നിർവഹിക്കേണ്ടിയിരിക്കുന്ന കാര്യം. കരാറ് പാലിക്കുക എന്നതാണ്, അള്ളാഹുവുമായുള്ള ഉടമ്പടി പാലിക്കുക എന്നതാണ്, അതിൽ വീഴ്ച വരുത്താതിരിക്കുക. അപ്പോ ആ ഉടമ്പടികൾ കൃത്യതയോടുകൂടി പാലിക്കുമ്പോഴാണ് അവർ സ്വാദിഖുകളാവുന്നത്. അപ്പോഴാണ് അവരുടെ സിദ്ഖിനെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ അടുക്കൽ നടക്കുന്ന വിചാരണ ഉണ്ടാകുമ്പോൾ അതിൽ അവര് യോഗ്യരായി അംഗീകരിക്കപ്പെടുന്നത്. അപ്പോ വാഹദ് എന്നിട്ട് തുടർന്ന് പറയുന്നത് ലിയസ്അല സ്വാദിഖീന അൻ സിദ്ഖിഹിം വഅഅദ്ദ ലിൽ കാഫിരീന അദാബൻ അലീമ. പക്ഷെ ഈ കരാറിൽ ഏർപ്പെടാൻ, ഉടമ്പടിയിൽ ഏർപ്പെടാൻ കൂട്ടാക്കാതിരുന്ന, വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതിരുന്ന നിഷേധികളായ ആളുകളുണ്ടല്ലോ, അവര് തീർച്ചയായിട്ടും അദാബുൻ അലിയും ഏറ്റുവാങ്ങാനുള്ളവരുമാണ്, വേദനാജനകമായ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ളവരുമാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ സൂറത്തുൽ അഹ്സാബിലെ 7, 8 ആയത്തുകളാണ് പഠന വിധേയമാക്കുകയുണ്ടായത്. ഈ ആയത്തുകളിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഉണർത്തുകയാണ്. പ്രവാചകൻ എന്ന നിലക്ക് നേരത്തെ അള്ളാഹുവിന് നൽകിയിട്ടുള്ള അനുസരണ പ്രതിജ്ഞ, അള്ളാഹുവുമായുള്ള ഉടമ്പടി അതിന്റെ തികവോടുകൂടി നടപ്പിലാക്കുക എന്ന കാര്യം, അത് വിസ്മരിച്ചുകൂടാ, അത് നടപ്പിലാക്കേണ്ടതുണ്ട്. അത് എല്ലാ വിഷയത്തിലും ദൈവിക നിർദ്ദേശങ്ങൾ പൂർണ്ണതയോടുകൂടി നടപ്പിലാക്കുകയാണ് വേണ്ടത്. അതില് നിഷേധികളെയോ അല്ലെങ്കിൽ കപടവിശ്വാസികളെയോ ഭയപ്പെടുന്ന ഒരു നിലപാട് കാണിക്കേണ്ടതില്ല, കാണിക്കാൻ പാടില്ല എന്നതാണ് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്ന കാര്യം. അപ്പോ ഏത് സാഹചര്യത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത് എന്ന കാര്യം
അത് എത്രത്തോളം അത് ദൈവികമായി നിർദ്ദേശിക്കപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു എന്നതും അത് പ്രയോഗത്തിൽ കൊണ്ടുവന്നത് ഏത് നിലക്കാണ് എന്നതുമൊക്കെ തന്നെ ഈ സൂറത്തില് തുടർന്നുള്ള ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെളിവാരി എറിയുന്ന ആളുകള് യഥാർത്ഥത്തിൽ ഈ ആയാത്തുകളൊന്നും വേണ്ട വിധത്തിൽ ശ്രദ്ധയോടുകൂടി വായിക്കാതെ അതിന്റെ സന്ദേശം ഉൾക്കൊള്ളാതെ അള്ളാഹുവിലും അവന്റെ ദൂതനിലും തന്നെ വിശ്വാസമില്ലാതെ വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. അപ്പോ ഈ കാര്യങ്ങൾ കൂടുതൽ അതിന്റെ വിശദാംശങ്ങളോടുകൂടി തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഫിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.